പരിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവർ ചെയ്ത അമലുകൾക്ക് അവർക്ക് പ്രതിഫലം ഉണ്ടാകും. ആ പ്രതിഫലം വളരെ ഭംഗിയായി പല സൂറത്തുകളും വർണ്ണിച്ചിട്ടുണ്ട്. സൂറത്തുൽ വാഖിയയിലും സൂറത്തു ദുഖാനിലും സൂറത്തുർ റഹ്മാനിലും ഒക്കെ അതിൻ്റെ വിവിധ തരത്തിലുള്ള വർണ്ണനകൾ ഉണ്ട്. ഹൂർലിയങ്ങളെന്നൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് ഇന്ന് നമ്മൾ ദുനിയാവിൽ കുറേ പെണ്ണുങ്ങളെ കൂടെ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുറയാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഇതേപോലെ ഇങ്ങനെ കുറേ സ്ത്രീകളുടെ കൂടെ അടിച്ചു പൊളിച്ചുള്ള ജീവിതം അങ്ങനെ മനസ്സിലാക്കിയ ആളുകൾ ഉണ്ട്. സ്വർഗത്തിലെ അനുഗ്രഹങ്ങളെക്കുറിച്ച് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് മാ ലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖത്തറ അലാ ബാലി ബശർ. അവിടെയുള്ള അനുഗ്രഹങ്ങൾ എന്താണെന്നുള്ളത് നമ്മളാരും ഇതുവരെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, കാതുകൊണ്ട് കേട്ടിട്ടില്ല. ജീവിച്ചിരിക്കുന്ന ഒരാളുടെയും മനുഷ്യഭാവനക്ക് പോലും അത് വഴങ്ങില്ല. അപ്പോൾ അവിടെ സ്വർഗത്തിൽ കള്ളുണ്ട്, പെണ്ണുണ്ട്, മറ്റെന്തെങ്കിലും അനുഗ്രഹങ്ങളുണ്ട് എന്നൊക്കെ പറയുമ്പോഴേക്ക് ഒറ്റയടിക്ക് ലൗകികമായ അനുഭവങ്ങളിലൂടെ മാത്രം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അബദ്ധങ്ങൾ സംഭവിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, അവിടെ കള്ള് കുടിച്ചാൽ പരിശുദ്ധമായ ഖുർആൻ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് കുടിച്ചാൽ തലവേദനയില്ല, ബുദ്ധിക്ക് ഭ്രമം വരികയില്ല, ലഹരി ബാധിക്കുകയില്ല. പിന്നെന്താണ്, ഹമറ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് അറബിയിൽ ഹംർ എന്ന് വാക്ക് വരിക. ആ വാക്കിൻ്റെ അർത്ഥം മതിമറന്നു എന്ന് മാത്രമാണ്. നമ്മളൊരു ഈ വീടിൻ്റെ മുമ്പിൽ മരം നിന്നാൽ ആ മരത്തിൻ്റെ ഇലകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കാരണം ആ വീട് കാണാതായാൽ ഹമറ ഷജർ എന്നാണ് പറയുക അറബിയിൽ. അപ്പുറത്തുള്ള സംഗതി കാണാതെയായി. ഐഹിക ലോകത്ത് നമ്മൾ അനുഭവിച്ച എല്ലാ വിഷമങ്ങളും മറക്കുന്ന തരത്തിലുള്ള ഉന്നതമായ പാനീയങ്ങൾ ഇവിടെ ലഭിക്കും. അത് നമ്മൾ കള്ളുണ്ട്, മദ്യമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ആ മദ്യത്തിൻ്റെയും മദിരാക്ഷിയുടെയും ഭാഷയിൽ അങ്ങോട്ട് നോക്കിയാൽ അവിടെ ഒന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ സംഗതി അവിടെയുണ്ട്. പാലിൻ്റെ പുഴയുണ്ട്, തേനിൻ്റെ പുഴയുണ്ട് എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ഈ പറയുന്ന ഒരു സംഗതി നമ്മൾ മനസ്സിലാക്കണം. അതൊന്നും വലാ ഖത്തറ അലാ ബാലി ബശർ. അവിടെ ലഭിക്കാൻ പോകുന്ന നമുക്കുള്ള സന്തോഷങ്ങളുടെ കൂട്ടത്തിൽ പരിശുദ്ധമായ ഖുർആൻ പേരെടുത്ത് പറഞ്ഞ സംഗതികളുണ്ട്. ആണായാലും പെണ്ണായാലും അവർക്ക് പരിചാരികളായ ആൺകുട്ടികൾ അവരുടെ കൂടെ ഉണ്ടാകും. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ. എപ്പോഴും ചായ വേണോ വെള്ളം വേണോ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലുള്ള ഒരു ഭാഷയിൽ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നമ്മൾ എങ്ങോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് സന്തോഷിക്കാനും സ്നേഹിക്കാനും ഒക്കെ നമുക്ക് വേണ്ട ഖിദ്മത്തുകൾ ചെയ്യാനൊക്കെ അല്ലാഹു തആല അവിടെ സേവകന്മാരെ ഒരുക്കിയിട്ടുണ്ട് എന്നാണ്. വിൽദാൻ എന്ന വാക്ക് സാധാരണഗതിയിൽ ആണുങ്ങൾക്കാണ് ഉപയോഗിക്കുക. അവിടെ ലൈംഗിക മോഹം എന്ന് പറയുന്നത് ആണിനുമില്ല പെണ്ണിനുമില്ല. ലൈംഗിക വിചാരങ്ങൾ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള തൃഷ്ണകൾ അത് ഐഹിക ലോകത്തിൻ്റെ മാത്രം ഒരു സംഗതിയാണ്. പാരത്രിക ലോകത്ത് അതില്ല. ഒന്ന്. രണ്ടാമത്, ആണായാലും പെണ്ണായാലും ചെയ്ത എല്ലാ പ്രവൃത്തികളുടെയും ഫലം അനുഭവിക്കുന്ന നാളാണത്, സ്ഥലമാണത്. അവിടെ ഐഹിക ലോകത്ത് നമ്മൾ കഷ്ടപ്പെട്ടതിൻ്റെയൊക്കെ പ്രതിഫലമാണ് കാത്തിരിക്കുന്നത്, അതിൻ്റെ സന്തോഷങ്ങളാണ്. അതിലും ആണും പെണ്ണും യാതൊരു തരത്തിലുള്ള വിവേചനങ്ങളും ഇല്ല. പിന്നെ ഹൂറിലീങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള പദോൽപത്തിപരമായി പഠനം നടത്തിയിട്ടുള്ള ചില ആളുകളുണ്ട്. അത് ആണിനും പറയാം പെണ്ണിനും പറയാം എന്ന് അതിനെ പദത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചവരുണ്ട്. പക്ഷേ പരിശുദ്ധമായ ഖുർആനിൽ ആ പദപ്രയോഗങ്ങൾ വന്നിടത്തെല്ലാം ലമീർ മടക്കിയിട്ടുള്ളത്, അത് ഉപയോഗിച്ചിട്ടുള്ളത് സ്ത്രീകളുടെ മാത്രം സ്വഭാവം വർണ്ണിക്കുന്ന രീതിയിലാണ്. അതുകൊണ്ട് അത് സ്ത്രീകളാണ് എന്ന് പറയുന്നതാണ് ശരി എന്ന രീതിയിലാണ് അധികം മുഫസ്സിരിങ്ങളും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സ്ത്രീകളായ ഇണകൾ പുരുഷന്മാർക്ക് വേറെയും ഉണ്ട് എന്ന്. ഐഹിക ലോകത്തിൻ്റെ സൈക്കോളജി മനസ്സിലാക്കിയ ഒരു പെണ്ണിന് ഒരു ഭർത്താവല്ലാത്ത ഒരാളോട് ഇഷ്ടം വരില്ല. ആ സ്വന്തം ഭർത്താവിന് പോലും വേറൊരു പെണ്ണിനോട് ഇഷ്ടം ഉണ്ടാവുക എന്ന് പറയുന്നത് പോലും അവർ ഇഷ്ടപ്പെടില്ല. അത്രയും സ്വാർത്ഥരാണ് സ്ത്രീകൾ. അതവരുടെ മാനസിക ഘടന അങ്ങനെയാണ്. ആഖിറത്തിലും അല്ലാഹു തആല അതിൻ്റെ തീവ്ര രൂപത്തിന് അപ്പുറത്തേക്ക് അവർക്ക് കൊടുത്തിട്ടില്ല. ആഗ്രഹിക്കുന്നത് എന്തും കിട്ടുന്ന ലോകത്ത് ഇപ്പം നമ്മൾ സാധാരണ ആൾക്കാർ ചോദിക്കലുണ്ട്, സ്വർഗത്തിന് ഒരുപാട് തട്ടുകളല്ലേ? തട്ട് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ വീടിൻ്റെ നിലകൾ മനസ്സിലാക്കുന്ന പോലെ മനസ്സിലാക്കരുത്. പദവികളാണ്. അത് ചിലപ്പോൾ തിരശ്ചീനായിട്ടാവാം, ലംബമായിട്ടാകാം. എങ്ങനെയാണ് അള്ളാഹു സംവിധാനിച്ചതെന്ന് നമുക്കറിയില്ല.
ഒരു ഓടുന്ന ട്രെയിനിൽ ലോക്കൽ ബോഗിയും അതേപോലെ AC ബോഗിയും ഒരേ ലെവലിലാണ് ഓടിക്കൊള്ളുന്നത്. തട്ട് എന്ന് പറഞ്ഞാൽ മേലൊന്നും അല്ലാതെ. പരിശുദ്ധമായ സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ള ഓരോരുത്തരുടെയും അമലുകൾക്കനുസരിച്ചുള്ള വ്യത്യസ്ത കമ്പാർട്ട്മെൻറ്റുകൾ എന്ന് തൽക്കാലം നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയുള്ള പദപ്രയോഗം നടത്താം. ആ കമ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്ന ഒരാൾക്ക് താഴേക്കിടയിൽ തൽക്കാലം എങ്ങനെയോ നേരത്തെ പറഞ്ഞ പോലെ ജയിച്ച കടന്നുകൂടിയ ആള് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സ്വഹാബത്ത് ഇറക്കുന്ന അതേ വലിയ ഗ്രേഡ് ആഗ്രഹിച്ചാൽ കിട്ടുമോ എന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. ഒരു പെണ്ണിന് കുറേ ഭർത്താക്കന്മാരുണ്ടാകണമെന്ന് അവൾ ആഗ്രഹിച്ചാൽ കിട്ടുമോ എന്ന് ചോദിക്കാം. ഈ ആഗ്രഹം എന്ന് പറയുന്നതും ചിന്ത എന്ന് പറയുന്ന സംഗതിയൊക്കെ നമ്മുടെ കൽബിലിട്ട് തരുന്നത് അള്ളാഹുവാണ്. അവിടെ ആ ചിന്ത വരില്ല എന്നാണ് അതിൻ്റെ ഉത്തരം. താഴേക്കിടയിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലെ ഏറ്റവും താഴെ തട്ടിൽ നിൽക്കുന്ന ആളെന്ന് വിചാരിക്കുക അവിടുത്തെ ഏറ്റവും വലിയ രാജാവ് ഞാനാണ്. ഏറ്റവും മേലെ നിൽക്കുന്ന ആളും വിചാരിക്കുക അവിടുത്തെ ഏറ്റവും വലിയ ആൾ ഞാനാണെന്നാണ്. അവർക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് ആഗ്രഹങ്ങൾ വരാതെയാണ് അല്ലാഹു തആല അവിടെ ഖൽഖ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെ വിചാരങ്ങളും സൃഷ്ടിക്കുന്ന റബ്ബ് അവർക്ക് അതിനപ്പുറത്തേക്കുള്ള വികാരങ്ങൾ നൽകുകയില്ല എന്നതാണ് അതിൻ്റെ ഉത്തരം. അതുണ്ടായിരിക്കുമ്പോഴേ ആ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടതുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.